നമസ്കാരം. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെ വിമർശിച്ച് മുതിർന്ന നടി മല്ലിക സുകുമാരൻ രംഗത്ത്. ആരോപണ വിധേയർ മത്സരിക്കുന്നത് ശരിയല്ലെന്നാണ് മല്ലിക പറയുന്നത്. ചിലർ പുറത്തുപോയ ശേഷം തീരുമാനം മാറ്റുന്നത് തെറ്റാണെന്നും മല്ലിക പറഞ്ഞു. അമ്മയുടെ ആജീവനാന്ത അംഗമായ മല്ലിക പ്രതികരണം നടത്തിയത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. മോഹൻലാൽ അമ്മയുടെ തലപ്പത്തു നിന്നും മാറുന്നത് തനിക്ക് സന്തോഷമുണ്ടെന്നും മല്ലിക പറഞ്ഞു. ബാബുരാജ് ആയാലും എന്റെ മക്കളായാലും തെറ്റ് ചെയ്തുവെന്ന് പരസ്യമാരോപണം വന്നാൽ എന്താണ് സംഭവമെന്ന് മറ്റുള്ള അംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും മല്ലിക പറയുന്നു. ആരോപണം നേരിടേണ്ടി വന്നവരുടെ വിശദീകരണം ചോദിക്കുന്നത് മുൻപും ഉണ്ടായിട്ടുണ്ട്. മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം ഇവിടെ കിടപ്പുണ്ട്. 20-21 വയസ്സുള്ള എന്റെ മകനെ 2 സ്ഥലത്ത് വിളിച്ചു വരുത്തി ഖേദം പ്രകടിപ്പിച്ചില്ലേ? എവിടെ പോയി ശക്തമായ നിലപാടുകളൊക്കെ എന്നാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഭവത്തിന്റെ പുറത്ത് ദിലീപ് മാറിപ്പോയി. ദിലീപ് എല്ലാവർക്കും പ്രിയപ്പെട്ട നടനായിരുന്നു. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് കോടതി തീരുമാനിക്കട്ടെ എന്നും മല്ലിക പറയുന്നു. ബാബുരാജ് ആയാലും എന്റെ മക്കളായാലും തെറ്റ് ചെയ്തുവെന്ന് പരസ്യമായൊരു ആരോപണം വന്നാൽ എന്താണ് സംഭവമെന്ന് മറ്റുള്ള അംഗങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും മല്ലിക പറയുന്നു. അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ചർച്ച ചെയ്യാമെന്നും പറയുന്നു. ശരി, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇവിടെ ഇത് പാടില്ല, ഇവർ മാറി നിൽക്കുന്നുവെന്ന്. അങ്ങനെ പ്രഖ്യാപിച്ച ശേഷം ഇങ്ങനൊരു തിരുത്തൽ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ലെന്നും അത് സംശയാസ്പദമാണെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു. അതേസമയം മോഹൻലാൽ മത്സര രംഗത്തുനിന്ന് മാറുന്നതിൽ സന്തോഷിക്കുന്ന ആളാണ് താനെന്നും എന്തിനാണ് അത്രയും വലിയൊരു താരം ഈ കുരിശെടുത്ത് തലയിൽ വെച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. അമ്മ മീറ്റിംഗ് വിളിച്ചു, സിദ്ദിഖ് രാജിവെച്ചു, അങ്ങനെ എന്തൊക്കെ സംഭവിച്ചു. ഇവിടെ അതെല്ലാം സംഭവിച്ചിട്ട് അതൊക്കെ വെറുതെയായിരുന്നുവെന്ന് തോന്നുന്ന തരത്തിൽ റീഅറേഞ്ച്മെന്റ് നടത്തുകയാണ്. നമ്മളൊരു തീരുമാനമെടുത്ത് അത് പ്രകാരം 1-2 പേർ പുറത്തുപോയ ശേഷം ആ തീരുമാനം മാറ്റുന്നത് ശരിയല്ലെന്നും മല്ലിക വ്യക്തമാക്കുന്നു. അതേസമയം മോഹൻലാൽ ഉൾപ്പെടെ പ്രമുഖരുടെ അഭാവത്തിൽ താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചത് 74 പേരാണ്. വ്യാഴാഴ്ച വൈകിട്ട് അവസാനിച്ച പത്രികാ സമർപ്പണത്തിന് ശേഷം നടന്ന സൂക്ഷ്മ പരിശോധനയിൽ 64 പേർ മത്സര യോഗ്യതയും നേടി. 1-ലേറെ സ്ഥാനങ്ങളിലേക്ക് പലരും പത്രിക നൽകിയിട്ടുണ്ട്. 25ഓളം സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന ജഗദീഷിനെ കൂടാതെ ശ്വേതാ മേനോൻ, രവീന്ദ്രൻ എന്നിവർ ഉൾപ്പെടെ 6 പേരുണ്ട്. 31-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് 15-നാണ് നടക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 5 പേരാണുള്ളത്. അനൂപ് ചന്ദ്രൻ, കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ, ബാബുരാജ് എന്നിവരാണ്. 2 വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 9 പേരും, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് 13 പേരും, ട്രഷറർ സ്ഥാനത്തേക്ക് 9 പേരും, 11-അംഗ എക്സിക്യൂട്ടീവിലെ 4 വനിതാ സംവരണം 8 എണ്ണം, ബാക്കി 7 സ്ഥാനത്തേക്ക് 14 പേർ എന്നിങ്ങനെയാണ് മത്സരാർത്ഥികൾ. ജോയ് മാത്യുവിന്റെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. കഴിഞ്ഞ വർഷം രാജിവെച്ചൊഴിഞ്ഞ ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്ന അൻസിബ, ടിനി ടോം, വിനു മോഹൻ എന്നിവരും വിവിധ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ട്. 11 എക്സിക്യൂട്ടീവ് അംഗങ്ങളും 6 ഭാരവാഹികൾ ഉൾപ്പെടുന്ന 17-അംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.